അതിനൊക്കെ തിന്നുണ്ടാവും. തിന്നെടുക്കാം. നമ്മുടെ ടാങ്ക് ഉണ്ടല്ലേ, ടാങ്ക് ഉണ്ടാക്കിയിട്ട് 2 ദിവസമായി. 2 ദിവസം രാത്രി നന്നായി മഴ പെയ്തുകൂടാ. മഴ പെയ്തപ്പോൾ ചെറിയ ചില പ്രശ്നങ്ങളുണ്ടായി. എന്താണെന്ന് വെച്ചാൽ വെള്ളം വന്നിട്ട് സൈഡിൽ നിന്ന് മണ്ണൊക്കെ ഇടിഞ്ഞ് ഒരു കല്ലൊക്കെ ഉള്ളിപ്പോയി. നമുക്കതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇന്ന് ഷീറ്റ് ഇടാമെന്നുള്ള ഇതിലാണ്. ഷീറ്റിട്ട് വെള്ളം നിറയ്ക്കാമെന്നാണ് വിചാരിക്കുന്നതെന്ന്. അതിന് നമ്മുടെ ഉള്ള മീനുകളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ, 1-2 മീനുള്ളൂ. അതിന് കാണിച്ചു തരാം. ഇതിൽ നമ്മൾ കുളത്തുനിന്ന് പിടിച്ചിട്ടുള്ള പരലുകളും അങ്ങനെയുള്ള മീനുകളൊക്കെ ആയിട്ടാണ്. ഇതെന്തിനാ വെച്ചാൽ നമ്മുടെ ഓസ്കാറിന് തിന്നാൻ കൊടുക്കാനുള്ള അവരുടെ തീറ്റയാണ്. ഇത് ലൈവ് ഫുഡാണത്. അതിൻ്റെ അപ്പുറത്ത് ഒരു പേർ ഗപ്പീനെ മേടിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. പാണ്ടാ ഗപ്പി. നമ്മൾ കുറച്ച് ചെറിയ പരലോളതിനെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഓസ്കാറിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഓസ്കാറിന് കാണാം. നമ്മൾ ഓസ്കാറിനെ കൊണ്ടുവന്നിട്ടിട്ട് അധികം ദിവസമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ തീറ്റ കാണുമ്പോൾ അങ്ങനെ ഓടി വരണം അങ്ങനത്തെ ഇതൊന്നും ആയിട്ടില്ല. നമ്മൾ ചെന്നാൽ തന്നെ അങ്ങനെ എന്തിൻ്റെങ്കിലും ഉള്ളിൽ ഒളിച്ചിരിക്കുക അങ്ങനത്തെ സെറ്റപ്പാണ്. നോക്കാം, ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. ഞാൻ അങ്ങനെ കൊന്നിട്ടുണ്ടായിരുന്നല്ലോ. തിന്നോ പഠിക്കണ? ഓ, ക്ലോക്ക് സൗണ്ട് കേട്ടു കേട്ടോ. ആദ്യമായിട്ടാ ക്ലോക്ക് സൗണ്ട് കേൾക്കുന്നത്. ഇത്ര ദിവസം നമ്മളെ കാണുമ്പോൾ ഇവർ മെല്ലെ ചെടിയുടെ ഉള്ളിലേക്കൊക്കെ പോകാറാ പതിവ്. പക്ഷെ ഇന്ന് വലിയ കുഴപ്പമില്ല, ഒരുവിധം പരിചയമായി തോന്നുന്നുണ്ട്. തിന്നാൻ തരാനാണ് വരുന്നത് എന്നൊക്കെ ഏകദേശം മനസ്സിലായ രീതിയിലാണ് നമ്മളെ കാണുമ്പോൾ തന്നെ മേലേക്ക് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഫുഡൊക്കെ നല്ല ഭംഗിയിൽ കഴിക്കുന്നുണ്ട്. പേടി മാറി അവർക്ക്. വീട് പിന്നെ അവിടെ മഴ പെയ്യുമ്പോഴേ ഇവിടുന്ന് വെള്ളം മൊത്തം ആ അടിച്ചിലേക്കാണ് വീണത്. അങ്ങനെയാണ് അവിടുത്തെ മണ്ണിടിഞ്ഞിട്ട് ആ കല്ലുള്ളി വീണത്. ഇവിടെയാണ് നമ്മുടെ മണ്ണൊക്കെ ഒലിച്ചു പോയിട്ട് കല്ല് വീണത്. അപ്പോൾ അവിടെ കല്ല് വെക്കണമെങ്കിൽ നമ്മൾ ചെറിയൊരു സ്ലാബിൻ്റെ പീസ് ഉണ്ട്, അതോടെ വെച്ചിട്ട് അതിൻ്റെ പിന്നിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മേലെ കല്ല് വെക്കാനാണ് വിചാരിക്കുന്നത്. ഈ കല്ലാണ് പോയ കല്ല്. അതെ. ഇത് നമ്മളെ കിണർ കുത്തിയിട്ട് അതിൻ്റെ മണ്ണാണ് ഇവിടെ കൂടുന്നിട്ടുണ്ടായത്. അതുകൊണ്ട് ഭയങ്കര ഒട്ടല്. നോക്കി എൻ്റെ കാലിൻ്റെ അടിയിൽ ഷൂട്ട പോലെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ടേ അവിടെ ആ കുഴി വലുതാവല്ലേ കേട്ടോ. വാട്ടർ പ്രഷർ വരുമ്പോൾ ശരിയായിക്കോളും. ആ സ്ലാബ് അങ്ങനെ തന്നെ കിടന്നോടെ തോന്നുന്നുണ്ടെങ്കിൽ എടുക്കണ്ടെന്ന് തോന്നണേ.
നമ്മളിതിൽ വെള്ളം നിറച്ചിട്ട് ഈ ടാർപ്പായി ഇട്ടിട്ട് വെള്ളം നിറയ്ക്കുമ്പോൾ അതിൻ്റെ പ്രഷർ കൊണ്ട് പിന്നെ അങ്ങനെ നിന്നോളും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. നോക്കാം നമുക്ക്. കറക്റ്റ് ടൈമിന് എത്തിയല്ലോ ആൽവിനെ. നമ്മൾ മേടിച്ചിട്ടുള്ള വലിയൊരു ടർപ്പായാണ്. അതിൻ്റെ ഏകദേശം പകുതി സൈസിനാണ് നമ്മൾ കുളം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് അളവൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ പകുതി മുറിച്ചിട്ട് അതിലിടാനുള്ള പരിപാടിയാണ്. പിടിച്ചറിഞ്ഞാലും ഞാൻ പിടിക്കണോ? സഴിക്ക് പോണ്ടേ കത്രിക? ഇത്തിരി മാറിപ്പോയിണ്ട്, കുഴപ്പമില്ല അല്ലേ? ഓക്കെ, വെട്ടിയ രണ്ടാളുകൾ. ഇപ്പോൾ ഇത് നമ്മുടെ അടുത്ത കുളത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോണത്. അതിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കുക, അളവ് ഓക്കെ ആണോ ഒന്ന്. ഉള്ളിക്ക് ഇറക്കിയിട്രാ. ആ അങ്ങനെ തന്നെ. ഓക്കെ അല്ലേ? അടിപൊളി. നമ്മുടെ ഈ ഫോം ഷീറ്റ് ഇത്തിരി നീളം കുറവുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ തൽക്കാലം ഒരു ചാക്ക് ഇട്ടുണ്ട്. ഇടാപ്പായിടോ പിരിയാം. ഓൺ ചെയ്തോ. ടാങ്ക് ഏകദേശം രൂപയായിട്ടപ്പോൾ ഇത് ഉണ്ടാക്കി വന്നപ്പോഴേ നല്ല വലിപ്പം തോന്നുന്നുണ്ട്. ഞാൻ വെച്ചാൽ ആദ്യം ചെറിയൊരു കുഞ്ഞൊരു സാധനമൊന്നും ആയിരിക്കും, പക്ഷെ കുഴപ്പമില്ല, വലിപ്പമുണ്ട്. ഇതിലെന്ത് മീനിടണമെന്ന് ഇപ്പോഴും തീരുമാനമില്ല കേട്ടോ. അത്യാവശ്യം വെള്ളം കയറട്ടല്ലേ, നല്ലോണം വെള്ളം കയറേണ്ടതില്ലേ. ഇതിന് സൈഡ് അങ്ങനെ ഇടിയോന്നാണ് ഇപ്പോൾ ചെറിയൊരു പേടിയുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാണ്. അയ്യോ, നമ്മളവിടെ വെള്ളം പോണൊരു ഗ്യാപ്പ് ഇട്ടുണ്ടായില്ലേ അതിൻ്റെ ഉള്ളിൽ. നമ്മളീ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ വേണ്ടി ചെറിയൊരു ഗ്യാപ്പ് ഇട്ടുണ്ട് കേട്ടോ ഇവിടെ. അവിടേക്ക് ഫോം വരുന്നില്ലേ, വെള്ളം വന്നപ്പോ ഫോം ഇട്ടാണ് നോക്കുണ്ടാവില്ലേ. ഫോമിന്റെ അടിയിലുണ്ടോ? നിറഞ്ഞ് ഏകദേശം പോരായിണ്ട് കേട്ടോ. പോയി ഓക്കെ. ഇങ്ങോട്ട് നോക്കടാ. ഈ ജെൻസികൾക്കൊക്കെ ഭയങ്കര ഇതാണല്ലോ ക്യാമറയിൽ പോസ് ചെയ്യാൻ. ഇങ്ങനെയുള്ളവർ എന്താ പറയുമല്ലോ, ഇൻട്രോവേർട്ട് അല്ല, ഈ ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറയിൽ നോക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കണേ. എവിടെയോ കണ്ടു എന്തൊരു
പൂക്കി എന്തൊരു സാധനം പറഞ്ഞു. ആ അപ്പോൾ നമ്മുടെ ടാങ്ക് വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള പരിപാടി ഇതിൽ ചെടി വെക്കണം. ഇതിൽ ചെടി നിറച്ച് ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ചെടി വേണം കേട്ടോ. പിന്നെ ഇതിനൊരു നെറ്റ് ഇടണം ഇതിൻ്റെ മേലെ. അപ്പം നമ്മുടെ ടാങ്കിൻ്റെ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ട് കുഴി കുത്തലായിരുന്നു. ഇപ്പം നമ്മൾ ടാർപ്പായൊക്കെ ഇട്ട് വെള്ളം നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിലെന്ത് മീൻ വേണം എന്നുള്ളതാണ്. ആ പൊന്നു ഉറങ്ങുമ്പോഴാണ് ഞങ്ങളുടെ ഈ പരിപാടികളൊക്കെ. പൊന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ ഉമ്മ ഇതാ വരണം. പൊന്നിനെ ആളിനെ അടുത്തേക്ക് വിളിക്കാനുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് ഈ ഉമ്മ. അങ്ങനെ നമ്മുടെ ടാങ്കിൻ്റെ പരിപാടി ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഇനി നമ്മളിതിൽ ചെടി ഇടൽ, നെറ്റ് ഇടുക, മീനിടുക അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ മീൻ സജഷൻ കമന്റിൽ എഴുതി അറിയിക്കുന്നതാണ്. ദയവായി ഇങ്ങനത്തെ ഇതിൽ ഇടാൻ പറ്റിയ വല്ല മീനുകളുടെ വല്ല സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ. നമ്മളിപ്പോഴും കൺഫ്യൂഷനിലാണ് ഇപ്പം എന്ത് ഇടണം എന്നുള്ളതിൽ. വലിയ മീനുകൾ ഇടണോ, ഓസ്കാറൊക്കെ പോലെയുള്ളത്, അതോ ചെറിയ മീനുകളെ ഇങ്ങനെ ബ്രീഡ് ചെയ്യിക്കുന്ന ടൈപ്പ് അങ്ങനത്തെ മീനുകൾ ഇടണോ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് എഴുതിയിടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേണം. അതുവരെ എല്ലാവർക്കും ബൈ. ആരെ കാണിക്കാനാ നിങ്ങൾ ബൈ പറയുന്നത്? ചിരിച്ചിട്ട് പറയണ ഒരു സന്തോഷത്തില് എക്സൈറ്റ്മെന്റ് വരട്ടെ. ഓഫീസിൽ പോയി